ഹായ് എവരിവൺ, ഞാൻ കാണിച്ചു നിങ്ങളിപ്പോൾ എല്ലാവരും വന്നത് ഓർലൈനിലാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള നല്ലൊരു സ്പോട്ടാണ്. എല്ലാത്തിനും അല്ലേ ഞാനായിരിക്കും ആദ്യം പോണ്. ലൈക്ക് കൊടുത്തേ. പെട്ടടിച്ചോണ്ട് ക്ലിയർ അല്ല കേട്ടോ. എനിക്ക് ഇപ്പൊ തോന്നണതാണ് കണ്ണട ചെന്നോ അപ്പോൾ ഗായ്സ്, പട്ടായ സിറ്റിയിലെത്തിയിട്ട് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്നത്തെ ഞങ്ങളുടെ സ്പോട്ട് കോറൽ ഐലൻഡാണ്. ആ ഒരു ഐലൻഡിലേക്കുള്ള യാത്രയും അവിടുത്തെ ആക്ടിവിറ്റീസും മറ്റു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഏജൻസി അറേഞ്ച് ചെയ്തിരുന്ന ക്യാബ് വഴി ഞങ്ങൾ ഈ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു 9 പേരുടെ പേരും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഒരു ഗൈഡ് വഴി ഞങ്ങളിപ്പോൾ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. പട്ടായ സിറ്റിയുടെ മെയിൻ ഫെറിയാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടുകൾ കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറഞ്ഞു വെച്ച ബോട്ട്. അപ്പോൾ ഈ ഒരു സ്പീഡ് ബോട്ടിലാണ് ഞങ്ങൾ ആ കോറൽ ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്ലോറിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഈ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ബോട്ടിൽ കയറി ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഞങ്ങളങ്ങനെ പല സ്ഥലത്ത് സ്പ്ലിറ്റ് ആയിപ്പോയി. നമ്മളെ കൂടാതെ വേറെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു ബോട്ടിലുണ്ട്. ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ആരും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഈ ഗൈഡ് ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാവരും സെറ്റായി. ഏതാനും സമയത്തിനുള്ളിൽ നമ്മുടെ ബോട്ട് പുറപ്പെടും. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് പതിയെ മൂവ് ചെയ്ത് തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 10-15 മിനിറ്റത്തെ ഒരു യാത്രയാണ് ആ ഒരു ഐലൻഡിലേക്കുള്ളത്. കരയിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ബോട്ടിൻ്റെ സ്പീഡ് കൂടി. അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ബോട്ട് യാത്ര നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. കടലിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഈ ഒരു സ്റ്റേഷനിലാണ് പാരാസെയിലിംഗ് ഒക്കെ നടക്കുന്നത്. പാരാസെയിലിംഗ്, കടലിൻ്റെ നടുക്ക് ഇറങ്ങിയിട്ടുള്ള സ്കൂബ ഡൈവിങ്ങും അതിൻ്റെ ഫോട്ടോസും വീഡിയോസും, ജെറ്റ്സ്കി ഡ്രൈവിങ്, അതുകൂടാതെ ബനാന ബോട്ടിങ്, ഇതൊക്കെയാണ് ഈ ഒരു കോറൽ ഐലൻഡിൽ വരുന്ന മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ്. ഒന്നെങ്കിൽ ഈ ആക്ടിവിറ്റീസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് 4 ആക്ടിവിറ്റീസിനും കൂടിയിട്ട് ഒരൊറ്റ കോംബോ പാക്കേജ് ഉണ്ട്. അതാകുമ്പോൾ 2500 തായ്ബാത്താണ് വരുന്നത്. നാട്ടിലൊരു 7000 രൂപ അടുത്ത് വരും. ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവരോ ഉയരം പേടിയുള്ളവരൊന്നും ഈ പാരാസെയിലിംഗ് ചെയ്യരുതെന്ന് ഇവിടെ നിന്ന് ആദ്യമേ അവർ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കുട്ടികൾ തുടങ്ങി പ്രായമുള്ളവർ ഈ പാരാസെയിലിംഗ് ചെയ്യുന്നത് കണ്ടു. ഇവിടെ അത്യാവശ്യം നല്ലപോലെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ലൈഫ് ജാക്കറ്റ് ഇടാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു വലിയ ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ നിന്ന് നമ്മൾ ഓരോരുത്തരായിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇവർ നമ്മൾ സെറ്റാക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ബെൽറ്റൊക്കെ നല്ലോണം ടൈറ്റായി മുറുക്കിയിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെറ്റാക്കിയേക്കുന്നത്. അപ്പോൾ ഗൈസ്, പാരാസെയിലിങ്ങിന് ഞങ്ങളെല്ലാവരും റെഡി ആയിരിക്കുകയാണ്.
ലൈഫ് ജാക്കറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പാരാസൈലിങ്ങിനുള്ള ക്യൂ ആണ്. ബോട്ട് ഫ്രീ ആവുന്നതനുസരിച്ച് നമ്മൾ ഓരോരുത്തരെ വിളിക്കും. എന്നിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഈ ഒരു പാരാസൈൽ വിങ്ങും ബോട്ടിൻ്റെ റോപ്പും കണക്ട് ചെയ്തിട്ട് നമ്മളെ നേരെ ഇവർ പറപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പാരാസൈൽ വിങ് റോപ്പിലൂടെ ഈ ഒരു ബോട്ടുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ബോട്ടിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ മൂവ് ചെയ്യണതും നമ്മൾ താഴേക്ക് ലാൻഡ് ചെയ്യണതും. ഈ പള്ളിപ്പെരുന്നാളിനും അമ്പലപ്പറമ്പിലൊക്കെ ഈ നൈട്രജൻ ബലൂൺ പറത്തി വിടില്ലേ, അതേപോലെയാണ് ഇവിടെ ആളുകളെ ഓരോരുത്തരായിട്ട് ഇവർ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാരാസൈൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദേഹത്ത് ഡ്രസ്സ് അല്ലാതെ ഒന്നും പാടില്ല. അതായത് വാച്ച്, പേഴ്സ്, കണ്ണട, തൊപ്പി, ഫോൺ, അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം നമ്മളിതിൽ കയറാൻ. കാരണം നമ്മൾ ആകാശത്ത് പറക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫുള്ളായിട്ട് കടലിൽ മുക്കും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതൊന്നും നമ്മൾ കയ്യിൽ കൊണ്ടുവരുന്നത് ഇവർ പറയണത്. ഈ ഒരു പാരാസൈലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റും ഒരു പ്രശ്നമാണ്. വെയിറ്റ് കൂടുതലായാലും കുറവായാലും ചിലപ്പോൾ ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുറവുള്ളവരാണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടുത്തെ ഗൈഡ് തന്നെ നമ്മുടെ കൂട്ടത്തിൽ കയറി വരും. പട്ടായിലെ കോറൽ ഐലൻഡിൽ വന്നിട്ട് ചെയ്ത ഈ ഒരു പാരാസൈലിങ് ഞങ്ങൾ അത്രയധികം എൻജോയ് ചെയ്തു. ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. പക്ഷികളെ പോലെ പറക്കാൻ പറ്റിയില്ലെങ്കിലും ഒരിക്കലെങ്കിലും ആകാശത്തോടെ പറന്ന് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത മനുഷ്യർ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ഈ ഒരു ആഗ്രഹം പോലും ഇങ്ങനെ ചില ആക്ടിവിറ്റീസിലൂടെ നമുക്ക് സാധിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികളിലെ ആദ്യത്തെ പരിപാടി നല്ല ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ സ്കൂബ ഡൈവിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പോട്ടിലേക്കാണ് ഇനി ഇവിടെ നിന്നുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്കൂബ ഡൈവിങ് സെലക്ട് ചെയ്തവരൊക്കെ ഇവിടെ ഇറക്കും, അല്ലാത്തവരൊക്കെ നേരെ ബീച്ചിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ആണെങ്കിലും നമ്മൾ ഡ്രസ്സ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഒരുക്കി കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ബാസ്ക്കറ്റ് തരും, അതിലേക്ക് നമ്മുടെ ചെരുപ്പും ഫോണ്, പേഴ്സ്, വാച്ച് തുടങ്ങി മറ്റ് നമ്മുടെ ഐറ്റംസ് ഒക്കെ അതിലേക്ക് ഇട്ട് വയ്ക്കാം. പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർ നമുക്ക് ഒരുപാട് നല്ല ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ ചെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ, ഇയർ ബാലൻസോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം തോന്നുകയാണെങ്കിൽ നമ്മൾ തംസപ്പ് റിയാക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഇവർ നേരെ മുകളിലേക്ക് വലിക്കും. പിന്നെ അതേപോലെ ഒരിക്കലും നമ്മൾ താഴത്തേക്കോ മുകളിലേക്കോ നോക്കരുത്. കാരണം അങ്ങനെ നമ്മുടെ തല ചരിക്കുമ്പോൾ വെള്ളം കയറാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരിക്കലും താഴത്തേക്കോ മുകളിലേക്കോ നോക്കരുത്. ഓക്സിജൻ ട്യൂബ് കണക്ട് ചെയ്തുള്ള ഈ ഒരു ഹെൽമെറ്റ് പോലത്തെ സാധനം നമ്മൾ തലയിലേക്ക് ഫിറ്റ് ചെയ്തിട്ടാണ് ഇവർ നമ്മളെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇറക്കി വരുന്നത്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഈ ഒരു ഹെൽമെറ്റൊക്കെ എടുക്കാൻ നോക്കി. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും വെയിറ്റുള്ള ഈ ഒരു ഹെൽമെറ്റാണ് നമ്മുടെ തലയിൽ വെച്ച് ഒരു കടലിൻ്റെ അടിയിലേക്ക് ഇടുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്തില്ല. ഇനി നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ഡൈവിംഗ് ഇൻസ്ട്രക്ടർ അടക്കം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ടീംസ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഫോട്ടോസും വീഡിയോസും എടുക്കാനും വേണ്ടിയിട്ട് വേറൊരു ടീമുണ്ട്.
വെള്ളത്തിൻ്റെ അടിയിൽ ചെന്ന് കഴിഞ്ഞുള്ള ആ ഒരു എക്സ്പീരിയൻസ് സത്യത്തിൽ അടിപൊളിയായിരുന്നു. കാരണം വെള്ളത്തിൽ നിന്ന് അടുക്കുന്നത് നമുക്ക് ആ മീനുകളൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. നമുക്ക് ആ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒരു ബ്രെഡ് അവർ തന്നിരുന്നു. അപ്പോൾ ആ ഒരു ബ്രെഡ് നമുക്ക് മീനുകൾക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ മീനുകൾ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ബ്രെഡ് കൊത്തി തിന്നുന്നതൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കടലിൻ്റെ അടിയിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ പവിഴപ്പുറ്റുകളും അപ്പോൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ കടലിൻ്റെ അടിയിൽ നടിക്കുന്ന നമുക്ക് കാണാൻ പറ്റി. ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഇവരൊരു ഡിസ്കിലാക്കി നമുക്ക് ലാസ്റ്റ് തരും. പിന്നെ കടലിൻ്റെ അടിയിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ കമ്പികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ കമ്പിയിൽ പിടിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റും. അപ്പോൾ അതാകുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വേവ്സ് വരുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മുടെ തലയും ബോഡിയൊക്കെ ഷെയ്ക്കാവും. ചിലപ്പോൾ അത് വരുമ്പോൾ ഈ ഹെൽമെറ്റൊക്കെ ഇളകാനും വെള്ളം കയറാനും ശ്വാസം മുട്ടലൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ കമ്പിയിൽ പിടിച്ച് നമ്മൾ നടക്കണമായിരിക്കും ഏറ്റവും സേഫ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞത് കൊണ്ടിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ കടലിൻ്റെ നടുക്കൂടിയുള്ള ഈ ഒരു ബോട്ട് സഫാരി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനൊക്കെ ഈ കടലിൻ്റെ അടുത്ത് ജനിച്ചു വളർന്ന ആളായിട്ട് പോലും ഇതുവരെ ഇങ്ങനെ കടലിൻ്റെ നടുക്കൂടിയൊന്നും ബോട്ടിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ആദ്യമായിട്ട് പറ്റണതും പട്ടായയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ കോറൽ ഐലൻഡിലേക്കാണ് പോകുന്നത്. അവിടെ ബീച്ചുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ ആക്ടിവിറ്റീസിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ജെറ്റ് സ്കി ഡ്രൈവിംഗ് ഉണ്ട്, ബനാന ബോട്ടിംഗ് ഉണ്ട്. കാണിച്ചപ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി കട്ടിയുള്ളതാണ്, പെട്ടെന്ന് അലിഞ്ഞു പോകണം. നമ്മളെല്ലാം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ബാക്കി കുടിക്കാത്തവർക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും. ഏകദേശം ഒരു 4 മണി ആവുന്നതാണ് ഈ 4 മണി കഴിക്കുന്ന ആളുകളൊക്കെ കുറവാണ്. വെയിലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു സൺസെറ്റ് ടൈമിലൊക്കെ ആകുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ്. അങ്ങനെ ഞങ്ങൾ കോറൽ ഐലൻഡ് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ അടുത്ത പരിപാടി ഞങ്ങൾ ഈ ആക്ടിവിറ്റീസിൽ ബാലൻസ് ഉള്ള ജെറ്റ് സ്കി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആകെ 3 പേരാണ് ഈ ഒരു ജെറ്റ് സ്കി ഡ്രൈവിങ്ങിനും ബനാന ബോട്ടിങ്ങിനും പേര് കൊടുത്ത് പേയ്മെൻറ്റ് നൽകിയത്. ചേട്ടാ ഇങ്ങോട്ട് നോക്കേ. അപ്പോൾ ഒന്നെങ്കിൽ ഇത് നമുക്ക് തന്നെ ഓടിച്ചുകൊണ്ട് പോകാം, അതല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരും. ഗൈഡ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ സപ്പോർട്ട് ചെയ്തോളും. നമ്മളാണ് ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഈ ഒരു ബോട്ടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളതിന് അവർ പറയുന്ന ഫൈൻ കൊടുക്കേണ്ടി വരും. ഞങ്ങളെല്ലാവരും ഗൈഡിൻ്റെ കൂടെയാണ് പോയത്. കാരണം ഇത് ഓടിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. പിന്നെ കുറച്ച് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വെച്ച് നമുക്കിത് ഓടിക്കാനുള്ള അവസരം ആ ഗൈഡ് തന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഈ ഒരു ജെറ്റ് സ്കി ഞാനും ഡ്രൈവ് ചെയ്തു. എന്തായാലും ഈ ഒരു ജെറ്റ് സ്കി ഡ്രൈവിംഗ് ഞങ്ങൾ 3 പേരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അടുത്തത് ബനാന ബോട്ടിംഗ് ആണ്. എയർ ഫില്ല് ചെയ്ത് ഒരു ബനാനയുടെ ഷേപ്പിലുള്ള ഈ ഒരു ബോട്ടിലേക്ക് നമുക്കൊരു 4-5 പേർക്ക് ഇരിക്കാൻ പറ്റും. എന്നിട്ട് ഈ ഒരു ബോട്ട് നേരെ ഒരു ജെറ്റ് സ്കിയിലേക്ക് കണക്ട് ചെയ്ത് നമ്മളെ നേരെ കടലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും.
അങ്ങോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴോ നമ്മുടെ ബോട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ജെറ്റി ഒരൊറ്റ ടേൺ ഇടുന്നതോടുകൂടി നമ്മുടെ ഈ ബോട്ട് പറഞ്ഞ് നമ്മളെല്ലാവരും വെള്ളത്തിൽ വീഴും. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഫണ്ണി മൊമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. അതായിരിക്കും ഈ ഒരു ബനാന ബോട്ടിങ് കൊണ്ടിട്ട് ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് പട്ടായയിലെ കോറൽ ഐലൻഡിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഗ്ലാഡ്വിൻ.